ഹായ് കൂട്ടുകാരെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 46-ലെ 4-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. ഓക്കെ, അതുപോലെ സർക്കിൾസിൻ്റെ തിയറങ്ങൾ പറയുന്ന ഒരു കീ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ കീ നോട്ടിലുള്ള തിയറംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. സോ കീ നോട്ട് നിർബന്ധമായിട്ടും കണ്ടിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ദ പിക്ചർ എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ with a line as a diameter and a small semicircle with the half this line as a diameter. Prove that the line joining the point where the semicircle meet to any point on the larger semicircle is bisected by the smaller semicircle. ചിത്രത്തിലെ ഒരു വര വ്യാസമായി വലിയ അർദ്ധവൃത്തവും വരയുടെ പകുതി വ്യാസമായി ചെറിയ അർദ്ധവൃത്തവും വരച്ചിരിക്കുന്നു. ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വലിയ അർദ്ധവൃത്തത്തിലെ ഏതു ബിന്ദുവും യോജിപ്പിക്കുന്ന വരയെ ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ രണ്ട് സെമി സർക്കിൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഒന്ന് വലിയ സെമി സർക്കിളും ഒന്ന് ചെറിയ സെമി സർക്കിളും. ഓക്കെ, ഇനി അവർ പറഞ്ഞേക്കുവാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ വരയിലാണ് കൊടുത്തേക്കുന്നത് അല്ലേ? താഴെ കണ്ടോ, ഒരൊറ്റ വരയിലാണ് എന്ത് കൊടുത്തേക്കുന്നത്? ഡയമീറ്റർ കൊടുത്തേക്കുന്നത്. ഇനി ആ ഡയമീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ഡയമീറ്റർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. പോരാത്തതിന് അവർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു സിംഗിൾ പോയിന്റിൽ നിന്നാണ്. എന്ന് വെച്ചാൽ വലിയ സെമി സർക്കിളിൻ്റെ ഒരെൻഡും ചെറിയ സെമി സർക്കിളിൻ്റെ ഒരെൻഡും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു സിംഗിൾ പോയിന്റിൽ നിന്നാണ്. അതുപോലെ തന്നെ അവരുടെ ഡയമീറ്റേഴ്സ് എന്താണ്? ഒരെണ്ണം മറ്റതിൻ്റെ എന്താണ്? ഇരട്ടിയാണ് അല്ലെങ്കിൽ പകുതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിത്രം നോക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ ഈ വലിയ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 10 ആണെന്നുണ്ടെച്ചെങ്കിൽ ചെറുത് എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ എന്താണ്? മിഡ് പോയിൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പച്ച വര കൊടുത്തിട്ടുണ്ട്. ഈ പച്ച വരയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ചെറിയ സെമി സർക്കിൾ എവിടെ വന്ന് തട്ടുന്നു ആ ലെങ്ത്ത് അതിനെന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലെങ്ത്തിന് ഒരു ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താക്കുന്നു? അതിനെ പകുതിയാക്കുന്നു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്തും ഈക്വൽ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ചെറിയ ലെങ്ത്തിൻ്റെ എന്തായിരിക്കും? പകുതിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ ഞാൻ ആദ്യം എന്ത് കൊടുക്കുക? പേര് കൊടുക്കുകയാണ്. ഈ ഭാഗത്തിന് എ എന്ന് കൊടുത്തു, ബി, സി, ഡി, ഇ. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എഴുതി വയ്ക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ഇ എന്ന് പറയുന്ന ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തിൻ്റെ പകുതിയാണ്? എ ഡിയുടെ പകുതിയാണെന്ന് നമുക്ക് എഴുതണം. ഓക്കെ, എ ഇ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എ ഡിയുടെ എന്താണ്? പകുതിയാണ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എ ഇയുടെ ലെങ്ത്തും അതുപോലെ ഇ ഡിയുടെ ലെങ്ത്തും എന്താണ്? സെയിം ആണെന്ന് എഴുതി വെച്ചാലും പോരെ. എ ഇയുടെ ലെങ്ത്തും ഇ ഡിയുടെ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആണെന്ന് എഴുതി വെച്ചാലും മതി. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾസിൻ്റെ തിയറം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൽ ഒരു തിയറം ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ഡയമീറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന സെമി സർക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സെമി സർക്കിളിൻ്റെ പോയിന്റിൽ ഉണ്ടാക്കുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഇ ബിയും അതുപോലെ സി ഡിയും എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇ ബിയും സി ഡിയും എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. ആ ട്രയാങ്കിളിൻ്റെ പേര് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ്. നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ട്രയാങ്കിളാണ് ട്രയാങ്കിൾ എ ഇ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എ ഇ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഏത് ആംഗിൾ എ ഇ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എ ഇ ബി 90 ഡിഗ്രി. അതേപോലെ തന്നെ മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിലും ഏതൊരു ആംഗിൾ 90 തന്നെയാണ്? എ ഡി സി ആംഗിൾ എ ഡി സി 90 ആണ്. സോ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? രണ്ട് ട്രയാങ്കിൾസ് ഞാൻ കൺസിഡർ ചെയ്തു. എ ഇ ബിയും ട്രയാങ്കിൾ എ ഡി സിയും എഴുതി. ഓക്കെ, അതിൽ
രണ്ട് ആംഗിൾസ് നമുക്ക് 90 ആണെന്ന് കിട്ടി. കാരണം എന്തുകൊണ്ടാവും? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി ആണ്. ഇത് ഡയമീറ്റർ എ ബിയും അതുപോലെ എ സിയും ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, സോ ഒരു ആംഗിൾ ഈക്വൽ ആയില്ലേ? ഇനി നോക്കിക്കേ, രണ്ട് ചിത്രത്തിലും എന്താണ്? ആംഗിൾ എ കോമൺ ആണ് അല്ലേ? ഈ ട്രയാങ്കിൾ എ ഇ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിലും എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലും ആംഗിൾ എ എന്താണ്? കോമൺ ആണ്. സോ ഞാനത് എഴുതിയത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ആണ്. സോ അതുകൊണ്ട് രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണെന്ന് പറയാം? സിമിലർ ആണെന്ന് പറയാം അല്ലേ? മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾസ് സിമിലർ ആണ്. സോ അതുകൊണ്ട് ഞാൻ എഴുതി വയ്ക്കുകയാണ്, ഓർഡറിൽ തന്നെ കറക്റ്റ് എഴുതുകയാണ്. ട്രയാങ്കിൾ എ ഇ ബി സിമിലർ ടു ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം. ആദ്യം ഈക്വൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആംഗിൾ ഏതെടുത്തു? എ എടുത്തു. രണ്ടാമത് 90 ഡിഗ്രി ആയിട്ടുള്ള ഇ എടുത്തു. മൂന്നാമത് നമ്മൾ തേർഡ് ആംഗിൾ എടുത്തു. അതേപോലെ തന്നെ വലിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ആംഗിൾ എ എടുത്തു, പിന്നെ ഡി എടുത്തു, പിന്നെ സി എടുത്തു. ഓക്കെ ആണല്ലോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? സൈഡ്സിൻ്റെ റേഷ്യോ എളുപ്പമായിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഞാൻ സൈഡ്സിൻ്റെ റേഷ്യോ എഴുതുകയാണ്. എ ഇ ഡിവൈഡഡ് ബൈ എ ഡി. കണ്ടോ, ആദ്യത്തെ രണ്ടെണ്ണം എ ഇയും ഇപ്പുറത്തെ എ ഡിയും. എ ഇ ഡിവൈഡഡ് ബൈ എ ഡി ഈക്വൽ ടു ഇ ബി ഡിവൈഡഡ് ബൈ ഡി സി എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് എഴുതാം എ ബി ഡിവൈഡഡ് ബൈ എ സി എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ സൈഡ്സിൻ്റെ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എ ബി എന്ന് പറയുന്നത് ചെറിയ സർക്കിളിൻ്റെ സെമി സർക്കിളിൻ്റെ എന്താണ്? ഡയമീറ്റർ ആണെന്നും എ സി എന്ന് പറയുന്നത് എന്താണ്? വലിയ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഹാഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ ബി ബൈ എ സി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഹാഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എഴുതാം എ ബി ബൈ എ സി ഈസ് ഈക്വൽ ടു ഹാഫ് ആണ്. സോ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കി രണ്ട് എ ബി ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഒരു എ സി. ഓക്കെ ആണല്ലോ. ഇത് നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ രണ്ട് എ ബി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കൊരു എ സി കിട്ടും. അതായത് വലിയ എ ബി എന്ന് പറയുന്നത് എന്തിൻ്റെ ഡയമീറ്റർ? ചെറിയ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ. എ സി എന്ന് പറയുന്നത് എന്തിൻ്റെ ഡയമീറ്റർ? വലിയ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ചെറിയ സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? വലിയ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ. അതല്ലേ നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്? രണ്ട് എ ബി ഇരട്ടി ഓക്കെ ആണ് എ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഹാഫ് ആണെന്നുള്ളത് നമുക്ക് ഇതിൽ കൊടുത്തൂടെ? ഈ നമുക്ക് ആവശ്യമുള്ള ലൈൻ ഏതാന്ന് നോക്കിയേ? എ ഇയും ഇ ഡിയും ആണ് അല്ലേ? സോ ഞാനതെടുത്തു. എ ഇയും ഇ ഡി എടുക്കുന്ന റേഷ്യോ കണ്ടോ? ആദ്യത്തെ റേഷ്യോ, അതായത് എ ഇ ബൈ എ ഡി എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1/2 ആണ്. കാരണം ഈ റേഷ്യോകളെല്ലാം സെയിം ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? സോ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു എ ഇ ഈക്വൽ ടു 1 ഇൻറ്റു എ ഡി എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 2 എ ഇ ഈസ് ഈക്വൽ ടു എ ഡി എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്ന ആദ്യം എന്തായിരുന്നു? കണ്ടോ, 2 ഈ ഹാഫ്, ഇതിന് ഈ 2നെ പുറത്തോട്ട് കൊണ്ടുപോയത് എന്ത് കിട്ടും? ഇതാ എ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ സി. ഓക്കെ, അല്ലേ? അതല്ല, ഇവിടെയാണ് എഴുതേണ്ടത്. എ ഇ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഡി. ഓക്കെ, ഇതാണല്ലോ നമുക്ക് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രൂവ് ചെയ്യാൻ പറ്റി. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് ചെയ്യുന്നത്. സോ ഈ പ്രൂഫ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഒന്ന് മറ്റതിൻ്റെ എന്താണെന്ന്? പകുതിയാണെന്ന്. സോ എപ്പോഴും പ്രൂവ് ദാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ വീഡിയോ മനസ്സിലാവാത്തവർ റിപ്പീറ്റ് ചെയ്തിട്ട് കാണണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.